നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് ഒരു ഗാലക്സി വന്ന് വീഴാൻ പോകുന്നു. എന്തായിരിക്കും നമുക്കുണ്ടാകാൻ പോകുന്ന എക്സ്പീരിയൻസ്? നാസയുടെ അസ്ട്രോളജിസ്റ്റ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്നാണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ മുകളിലേക്ക് മറ്റൊരു ഗാലക്സി വന്ന് പതിക്കാൻ പോകുന്നു. പക്ഷേ അത് അടുത്ത കാലത്തൊന്നുമല്ല, ഏകദേശം 4 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞാണ് അത് അരങ്ങേറാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭൂമി ഉണ്ടായ അത്രയും വർഷങ്ങൾ കൂടി ഇനിയും എടുക്കും ആ ഒരു ഗാലക്സി നമ്മുടെ മേൽ വന്ന് പതിക്കാൻ. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ നിന്ന് കിട്ടിയ ഡേറ്റകൾ അനുസരിച്ച് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഒരു കൂട്ടിയിടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോമീഡ എന്ന ഗാലക്സിയുമായാണ് നമ്മൾ കൂട്ടിയിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ നമ്മളുടെ നക്ഷത്രമായ സൂര്യൻ നമ്മളിൽ നിന്ന് അകന്ന് മിൽക്കി വേയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ അതേപടി നിലകൊള്ളും. നമുക്ക് കാര്യമായ അപകടങ്ങളൊന്നും സംഭവിക്കത്തില്ല എന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ആൻഡ്രോമീഡ എന്ന ഗാലക്സിയെയും നമ്മുടെ തന്നെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയെയും നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഈ 2 ഗാലക്സികളുടെയും ഫ്യൂച്ചർ എന്താകും, ഇത് എത്ര നാൾ ഇങ്ങനെ ഇതേപടി നിലനിൽക്കും. ആ ഒരു നിരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഈ 2 ഗാലക്സിയും പരസ്പരം കൂട്ടിയിടിക്കുമെന്നതാണ്. അതും 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം. മേരിലാൻഡിലെ ബാൾട്ടിമോറിലുള്ള സ്പേസ് ടെലസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ സാങ്മോ ടോണി സോൺ ആണ് ഈ ഒരു ഗവേഷണത്തിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അദ്ദേഹം ഒരു പ്രസ് മീറ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ 2 വലിയ ഗാലക്സികൾ പരസ്പരം ഭാവിയിൽ കൂട്ടിമുട്ടാനുള്ള കാരണം തീർച്ചയായും ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് മാത്രം മതിയാകില്ല ഇത് തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കാൻ. അപ്പോൾ അതിനുള്ള റീസൺ ഇവയ്ക്ക് തമ്മിൽ ഇടയിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് കാണാൻ സാധിക്കാത്ത ഡാർക്ക് മാറ്ററാണ്. ഇവയ്ക്ക് ഇടയിലുള്ള അദൃശ്യമായ ഡാർക്ക് മാറ്ററിന് നമ്മൾ നൽകിയിരിക്കുന്ന പേര് ഹാലോ എന്നാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ നമുക്ക് ഉറപ്പിച്ചു പറയാനും സാധിക്കുകയില്ല. കാരണം 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് തമ്മിലുള്ള ആ ഒരു കൂട്ടിമുട്ടൽ മാറിപ്പോയെന്നും വരാം. ഇവ കൂട്ടിയിടിക്കാതെ ദിശ മാറിപ്പോയെന്നും വരാം. ഒരുപക്ഷെ ഇത് വളരെ അടുത്തുകൂടി കടന്നു പോവുക മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ പോയാൽ പോലും ഈ 2 ഗാലക്സിയിലുമുള്ള പല നക്ഷത്രങ്ങളുടെയും പ്ലാനറ്റുകളുടെയും സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകും. ചിലപ്പോൾ ഇവ പരസ്പരം കൂട്ടിമുട്ടിയെന്നും വരാം. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും പരസ്പരം കൂട്ടിയിടിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കൂട്ടിയിടി നടക്കാതെ പരസ്പരം തെന്നിമാറാനുള്ള സാധ്യതകളിൽ ഒന്ന് ആൻഡ്രോമീഡയുടെ സൈഡിലേക്കുള്ള മോഷനാണ്. ഇത് മിൽക്കി വേയിൽ നിന്നും ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചരിവ് വളരെയധികം വ്യക്തമായി കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ മിൽക്കി വേയിൽ കൂട്ടിമുട്ടാതെ മിൽക്കി വേയ്ക്ക് പരിസരത്ത് കൂടി കടന്നു പോയേക്കാം. ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ടീം ലീഡറായ റൊലാൻഡ് വാൻഡർ മാരൽ തൻ്റെ ടീം അംഗങ്ങൾക്കൊപ്പം തന്നെ ചില എക്സ്ട്രാ ഓർഡിനറി എക്സ്പെരിമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഒബ്സർവേഷനാണ്. ആൻഡ്രോമീഡ എന്ന ആ ഒരു ഗാലക്സിക്ക് മേലുള്ള ഒബ്സർവേഷൻ. ആ ഗാലക്സിയുടെ സൈഡ് വേ മോഷൻ എത്രമാത്രം അളവിലാണ് മുന്നേറുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പഠനം. അതിൻ്റെ ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സൈഡ് വേ മോഷൻ മതിയാകില്ല ഈ ഒരു കൂട്ടിയിടി ഉണ്ടാവാൻ. പക്ഷേ അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കൂട്ടിമുട്ടൽ ഉണ്ടാകുമ്പോൾ ഒരു കൊളീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 2 ഗാലക്സിയിലുമുള്ള നക്ഷത്രങ്ങൾ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 99% നക്ഷത്രങ്ങളും
കൂട്ടിയിടി ഉണ്ടാവാതെ രക്ഷപ്പെടും. പക്ഷേ അവയുടെ സ്ഥാനങ്ങളിൽ കാര്യമായ മാറ്റം ഉണ്ടായേക്കാം. അതിൻ്റെ കാരണം ഗ്രാവിറ്റേഷൻ പുള്ള് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള എല്ലാ സോളാർ സിസ്റ്റവും മാറിമറിയും. നമ്മളുടെ നക്ഷത്രം പിന്നെ നമുക്കുണ്ടാവുകയില്ല. ഒരുപക്ഷെ മറ്റൊരു നക്ഷത്രം നമുക്ക് അടുത്തേക്ക് വരാം. അതായിരിക്കും നമുക്ക് പ്രകാശം നൽകാൻ പോകുന്നത്. നാസ നടത്തിയ സിമുലേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ സ്വന്തം നക്ഷത്രമായ സൂര്യൻ നമ്മളിൽ നിന്ന് അല്പം അകലേക്ക് പോകുമെന്നാണ്. അകലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഭൂമിയിൽ രാത്രി മാത്രം കാണുന്ന ഒരു നക്ഷത്രമായി അവശേഷിക്കും. ഹബിളിൻ്റെ ടീം മെമ്പറും ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചറുമായ ഗുട്ടീന ബെസ്ല ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കൂട്ടിയിടിയോടുകൂടി രണ്ട് ഗാലക്സികളുടെയും ഷേപ്പിൽ കാര്യമായ വ്യത്യാസമുണ്ടാവും. നിലവിൽ പരന്ന ഒരു പാൻകേക്കിൻ്റെ ഷേപ്പാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്കുള്ളത്. കൂട്ടിയിടി നടന്നതിന് ശേഷം ഗ്രാവിറ്റി പുള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അങ്ങനെ ഇതിൻ്റെ ഷേപ്പിലും വലിയ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ഗാലക്സി മിൽക്കി വേ പുതിയൊരു ഷേപ്പിലേക്ക് മാറുകയാണ്. നിലവിലുള്ള പഠനങ്ങളുടെ സഹായത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിൽക്കി വേക്ക് പിന്നീട് എലിപ്റ്റിക്കൽ ഷേപ്പായിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഇപ്പോൾ ഇങ്ങനൊരു കൊളീഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു കോംപ്ലക്സിറ്റിയെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ? എന്നാൽ അതിൽ ഒരു മാറ്റം കൂടി വരാൻ പോവുകയാണ്. കാരണം ഈ ഒരു ഗാലക്സിക്ക് പിന്നാലെ, ആൻഡ്രോമീഡ എന്ന ആ ഒരു ഗാലക്സിക്ക് പിന്നാലെ മറ്റൊരു ഗാലക്സി കൂടി വരുന്നുണ്ട് നമ്മുടെ മിൽക്കി വേയുടെ നേർക്ക് തന്നെ. ആ ഗാലക്സിയുടെ പേരാണ് ട്രയാങ്കുലം ഗാലക്സി അഥവാ M33. പക്ഷേ അത് വളരെ ചെറിയ ഒരു ഗാലക്സിയാണ്. മിൽക്കി വേയും ആൻഡ്രോമീഡ ഗാലക്സിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ വലിപ്പമാണ് M33ക്കുള്ളത്. ചെറിയ ഗാലക്സി ആണെങ്കിലും അത് ഏൽപ്പിക്കുന്ന പ്രഹരവും അത്യാവശ്യം വലുത് തന്നെയാണ്. എന്നാലും ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ആദ്യമുണ്ടാകുന്ന കൊളീഷൻ ആൻഡ്രോമീഡയും നമ്മുടെ മിൽക്കി വേയും തമ്മിലാണ്. ആ ഒരു കൊളീഷന് ശേഷം മാത്രമാണ് ട്രയാങ്കുലം നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും ഈ രണ്ട് കൊളീഷനും നമ്മളുടെ ഭൂമിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മുടെ നക്ഷത്രം നമ്മളിൽ നിന്ന് പോകുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ഗ്രഹവും അല്ലെങ്കിൽ ഒരു നക്ഷത്രവും നമ്മുടെ ഭൂമിയെ വന്ന് ഇടിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ നമുക്ക് പുതിയൊരു നക്ഷത്രത്തെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നക്ഷത്രവും ഇല്ലാതെ പൂർണ്ണമായും ഇരുട്ടിൽ കഴിഞ്ഞെന്നും വരാം. അങ്ങനെയാണെങ്കിലും നമ്മളുടെ ഗ്രഹത്തെ ഒരു ഗ്രഹവും വന്ന് ഇടിക്കാൻ പോകുന്നില്ല. നമ്മുടെ രാത്രി കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ എത്ര നക്ഷത്രങ്ങളെയാണ് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്നത്, അതിൻ്റെ 100 ഇരട്ടി നക്ഷത്രങ്ങൾ അതിന് ശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ പ്രകാശവും അല്പം കൂടുതലായിരിക്കും. അതിൽ ഭൂരിഭാഗം നക്ഷത്രങ്ങളും നമ്മോട് കൂടുതൽ അടുത്തവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമേറിയ നക്ഷത്രങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷെ ഒരു ചോദ്യം ഇതാണ്: ഈ 4 ബില്യൺ വർഷങ്ങൾ കൂടി എടുക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യരുണ്ടാകുമോ? ജീവജാലങ്ങൾ ഉണ്ടാകുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം നൽകാൻ നമുക്കിപ്പോൾ സാധിക്കുകയില്ല. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.